കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് ആയുർവേദശാല റോഡിലെ ഒഴിഞ്ഞ പറമ്പിന് ചുറ്റും ആളുകൾ കൂടിയിരുന്നത് എന്തിനാണെന്നറിയാൻ നവ ന്യൂസ് സംഘം എത്തിയപ്പോൾ സായിപ്പ് ചാറ്റൽ മഴയിൽ മാലിന്യം വാരിക്കൂട്ടാനുള്ള തിരക്കിലായിരുന്നു. അതിനിടയിൽ നാട്ടുകാരുടെ കമന്റുകളുമായപ്പോൾ സായിപ്പിന് ഭാഷ അറിയില്ലെങ്കിലും ചെയ്യുന്ന ജോലിയിൽ ഊർജ്ജം ലഭിച്ച അവസ്ഥയായി. കോട്ടക്കൽ ആയുർവേദശാലയിൽ ചികിത്സയ്ക്കെത്തിയ ലണ്ടൻ സ്വദേശി ഗെയ് സൈമൺ ആഷ്ലെ ബ്രിസ്റ്റർ തന്റെ താമസമുറിയിലെ ജനവാതിലിലൂടെ നോക്കിയപ്പോൾ റോഡിലും പരിസരങ്ങളിലുമുള്ള മാലിന്യം കണ്ടു. ആയുർവേദശാല റോഡിലെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ഇറങ്ങി. മഴ പോലും വകവെക്കാതെ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ ചവറുകൾ വാരിക്കൂട്ടി. എന്നാൽ നാട്ടുകാർ കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മടി കാണിച്ചില്ല. ലണ്ടനിൽ സ്വകാര്യ കമ്പനിയിൽ ഇൻകം ടാക്സ് ഓഫീസറായി ജോലി ചെയ്യുന്ന ഡയമണ്ട് ബ്രിഡ്ജർ തന്റെ നാട്ടിൽ ഇങ്ങനെ മാലിന്യം കൂടിക്കിടക്കുന്ന ഒരു സ്ഥലം പോലും കാണാൻ കഴിയില്ലെന്നും നിയമം തെറ്റിച്ചാൽ കനത്ത പിഴ ഈടാക്കുമെന്നും ദൈവത്തിന്റെ സ്വന്തം നാടായ ഇവിടെയും ഇതുപോലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ അധികൃതർ തയ്യാറാകണമെന്നും നവ ന്യൂസിനോട് പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പുറത്താക്കിയവർ ഇവിടെ പ്രശ്നങ്ങളിൽ മാതൃക കാണിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെങ്കിലും കാണാൻ കഴിയണം. മാലിന്യ പ്രശ്നങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അണികളും ഘോരഘോരം വാദിക്കുന്നതിന് പകരം ഇതുപോലെ ഓരോരുത്തരും പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥ ദൈവത്തിന്റെ സ്വന്തം നാട് തിരിച്ചു കിട്ടും. I'm looking from my window and in my home is clean. Yes, and you pay penalty in London if you put litter on the floor. Okay. So where is the rubbish bin? Where do people put their rubbish? I don't know. You have to put in a waste bin, no? Yeah. You have some here? No. Oh. I'm sure it's coming. Okay. I will Plastic bins. But the goats are here, aren't they? Every day. So it's quite nice if it's clean. They can get some greens and yeah, it's alright. It's safer that way, isn't it? If children want to play here, maybe they want to play football or something. Okay. I don't know. It's possible to play football here?